പ്രതിഷേധം ഒത്തുതീർക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ച ചർച്ച ആരംഭിച്ചു. ഡൽഹിയിലെ വിഗ്യാൻ ഭവനിലാണ് കർഷക സംഘടനകളുമായുള്ള ചർച്ച. പുതിയ കാർഷിക നിയമം പിൻവലിക്കണമെന്നതിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്ന നിലപാടിലാണ് കർഷകർ. അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, ലഭ്യമാവുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, കേന്ദ്ര സർക്കാരും കർഷക പ്രതിനിധികളും തമ്മിലുള്ള 6ാം വട്ട ചർച്ചയാണ് ഇപ്പോൾ വിജ്ഞാൻ ഭവനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറിന് പുറമെ റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ, അതോടൊപ്പം തന്നെ വാണിജ്യകാര്യ സഹമന്ത്രി സോംപ്രകാശ് എന്നിവരും ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നു. ഒപ്പം കൃഷി മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. 40ഓളം വരുന്ന കർഷക സംഘടനാ പ്രതിനിധികളാണ് ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് കർഷക പ്രതിനിധികൾ വിജ്ഞാൻ ഭവനിലേക്ക് എത്തുമ്പോൾ പ്രകടിപ്പിച്ച ഒരു പ്രതീക്ഷ എന്നത് ഈ പുതുവത്സര ദിനത്തിൽ കർഷകർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ന പ്രതീക്ഷയാണ് ഉന്നയിച്ചത്. അതേസമയം സമരം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന നിലപാടിലും കർഷകരുണ്ട്. ഒരുപക്ഷെ എന്താണ് അത്തരം തീരുമാനങ്ങൾ? ഈ സമരവുമായി മുന്നോട്ട് പോകുമോ? ഇന്നത്തെ ചർച്ച പരാജയപ്പെട്ടാൽ ഞങ്ങൾ കടുത്ത തീരുമാനം എടുക്കും. എല്ലാ സംഘടനകളുടെയും വന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഇന്ന് ചർച്ച പരാജയപ്പെട്ടു. ഞങ്ങൾ ഇതേവരെ സെക്ഷൻ വൈസ് എല്ലാ ചർച്ച നടത്തി, ഞങ്ങൾക്ക് പറയേണ്ട മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞു, ഇതിൻ്റെ എന്തൊക്കെ ദോഷവശങ്ങളുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടും സർക്കാരിന് മനസ്സിലാകുന്നെങ്കിൽ ചിലപ്പോൾ ഇനി ഒരു ചർച്ചയ്ക്ക് വരില്ല. പിൻവലിച്ചാൽ ഞങ്ങൾ തിരിച്ചു പോകാമെന്നുള്ള ഒരു തീരുമാനം എടുത്തേക്കും. അതായത് 3 നിയമങ്ങളും പിൻവലിക്കണം. 3 നിയമങ്ങളും പിൻവലിക്കണം. അതല്ലാതെ ഗോപികൃഷ്ണൻ, അതായത് ചർച്ച നടക്കുമ്പോഴും കർഷകർ പുറത്ത് ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട 4 ആവശ്യങ്ങളാണ് കർഷകർ ഈ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ഉന്നയിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ഈ പുതിയ 3 നിയമവും പിൻവലിക്കാനുള്ള നടപടിക്രമങ്ങൾ എന്ത് എന്നത് വ്യക്തമാക്കുക, താങ്ങുവില എപ്രകാരമാണ് ഉറപ്പാക്കുക എന്നതിൽ വ്യക്തത വരുത്തുക, അതോടൊപ്പം തന്നെ അന്തരീക്ഷ മലിനീകരണവുമായി ബന്ധപ്പെട്ട ഓർഡിനൻസിന്മേലുള്ള ഭേദഗതികൾ, വൈദ്യുതി ബില്ലുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ, ഈ 4 വിഷയങ്ങളിലാണ് തീരുമാനമാകേണ്ടത് എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കർഷകർ. അതായത് ചർച്ച പുരോഗമിക്കുമ്പോഴും പുറത്തുള്ള കർഷകരുടെ അഭിപ്രായമാണ് കർഷക നേതാക്കളുടെ അഭിപ്രായം തന്നെയാണ് നമ്മൾ തേടിയത്. എന്തായാലും സർക്കാരും വലിയ തോതിലുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം ഇന്നലെ കൃഷിമന്ത്രിയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം തന്നെ മന്ത്രി പീയൂഷ് ഗോയൽ എന്നിവർ ഇന്നലെ ഏതാണ്ട് 3 മണിക്കൂറോളം ചർച്ച നടത്തിയിരുന്നു. എന്തൊക്കെ നിലപാടുകളാണ് ഇന്നത്തെ ചർച്ചയിൽ സ്വീകരിക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. എന്തായാലും ഇന്ന് ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ ഇന്ന് തന്നെ സിംഗു അതിർത്തിയിൽ നിന്ന് ഒരു ട്രാക്ടർ റാലി കർഷകർ നേരത്തെ ആസൂത്രണം ചെയ്തിരുന്നു. പക്ഷേ ഈ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ അത് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ കർഷകർ ഈ അതിർത്തി പ്രദേശങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇന്നത്തെ ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ പുതുവത്സര നാളുകളിൽ ഉൾപ്പെടെ അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കർഷകരുടെ തീരുമാനം. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. കർഷക സമരത്തിൽ നക്സൽ സാന്നിധ്യമെന്ന വാദം തള്ളി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കേന്ദ്ര സർക്കാരിന് അത്തരമൊരു അഭിപ്രായമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സമരത്തിൽ നക്സൽ സാന്നിധ്യമുണ്ടെന്ന് വിവിധ BJP നേതാക്കൾ ആരോപിച്ചിരുന്നു. എന്നാൽ കാർഷിക നിയമം കർഷകർക്ക് ഏറെ ഗുണകരമാകുമെന്നും ഇത് അംഗീകരിക്കാൻ കർഷകർ തയ്യാറാകണമെന്നും രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടു. आज भी हमारे किसान भाई बैठे हैं, किसी एक्सपर्ट को बैठाना चाहते हैं, एक्सपर्ट को बैठा लें, सरकार के साथ बातचीत हो और बातचीत के द्वारा यदि यह निकलता है कि नहीं इन कानूनों को फलाक क्लाज में संशोधन करने की आवश्यकता है, तो उसके लिए भी हमारी सरकार तैयार है. किसानों के ऊपर इस प्रकार का कोई भी आरोप कोई भी हो, पता नहीं किसने क्या कहा है, मुझे जानकारी नहीं है, नहीं लगाया जाना चाहिए. हम किसान के प्रति हृदय की गहराइयों से सम्मान व्यक्त करते हैं. അതിർത്തി തർക്കത്തിൽ ഇന്ത്യ ചൈന ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഒരു ഘട്ടത്തിലും ഇരു രാജ്യങ്ങളുമായുള്ള ചർച്ച വിജയം കണ്ടിട്ടില്ല. ഇന്ത്യയും ചൈനയും അതിർത്തിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിർത്തിയിലെ കടന്നുകയറ്റങ്ങൾ എന്ത് വില കൊടുത്തും തടയുമെന്നും രാജ്നാഥ് സിംഗ് ആവർത്തിച്ചു. वैसे पिछली सरकारों ने भी अपनी तरफ से कोशिश की थी बातचीत करने की, लेकिन उसका कोई समाधान नहीं निकल सका था. हाँ, ये बात सही है कि चाइना अपनी तरफ इंफ्रास्ट्रक्चर डेवलपमेंट जितना मैक्सिमम हो सकता है वो पहले से जो है करता चला आ रहा है. लेकिन भारत भी सीमा पर रहने वाले अपने नागरिकों की सुविधा के लिए, सीमा पर पेट्रोलिंग करने वाले अथवा सीमा की सुरक्षा करने वाले अपने जवानों के लिए भी इधर बहुत ही तेजी के साथ इंफ्रास्ट्रक्चर डेवलपमेंट किया है. हम किसी देश से पर आक्रमण करने के लिए हम इंफ्रास्ट्रक्चर डेवलपमेंट नहीं कर रहे हैं, इस सोच के साथ नहीं. രാജ്യത്ത് അതിതീവ്ര കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുന്നു. ഇതുവരെ 20 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഡൽഹി, പൂനെ, കൊൽക്കത്ത, ബംഗളൂരു, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ ആശുപത്രികളിലാണ് രോഗബാധിതർ ചികിത്സയിലുള്ളത്. അതിതീവ്ര കോവിഡ് വൈറസ് വ്യാപന പശ്ചാത്തലത്തിൽ ബ്രിട്ടനിലേക്കുള്ള വിമാനങ്ങളുടെ വിലക്ക് അടുത്ത മാസം 7 വരെ നീട്ടി.
ആഭ്യന്തര കലാപം തുടരുന്ന സംസ്ഥാന കോൺഗ്രസിൽ ജനുവരി ആദ്യവാരം ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗം നിർണായകമാകും. അതിനിടെ തിരുത്തൽ നടപടികളുടെ ഭാഗമായി DCC തലത്തിൽ അഴിച്ചുപണി വരുന്നത് ഗുണകരമാവില്ലെന്ന അഭിപ്രായവും കോൺഗ്രസിൽ ശക്തമായി. AICC നേതാക്കളോട് പാർട്ടിയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഘടകകക്ഷികളുടെ അഭിപ്രായം പങ്കുവച്ചതിൽ KPC നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. ജനുവരി 6-7 തീയതികളിലാണ് രാഷ്ട്രീയകാര്യ സമിതി നിശ്ചയിച്ചിരിക്കുന്നത്. MLA-മാരും MP-മാരും 2 ദിവസം ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് വിശദമായ ചർച്ച AICC നേതാക്കളുമായി നടത്തുന്നതിനാൽ കാര്യമായ വിമർശനങ്ങൾ ഉയരില്ലെന്നാണ് KPCC നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളാവും പ്രധാന ചർച്ച. അതിനിടെ AICCയുടെ തിരുത്തൽ നടപടി എന്താകുമെന്ന് ഉറ്റുനോക്കുകയാണ് നേതാക്കൾ. പ്രവർത്തനക്ഷമമല്ലെന്ന് കണ്ടെത്തിയ പ്രാദേശിക തലത്തിൽ അഴിച്ചുപണി വരുമ്പോൾ നിലവിലെ അസ്വാരസ്യങ്ങൾ രൂക്ഷമാകുമോ എന്ന ആശങ്കയുണ്ട്. സർക്കാരിനെതിരായ പ്രതിഷേധങ്ങൾ ശക്തമാക്കേണ്ട അവസരത്തിൽ അഴിച്ചുപണി പ്രതികൂലമാകുമോ എന്ന സംശയവും ചില നേതാക്കൾക്കുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി നേതൃത്വത്തിലേക്ക് ഒരാളെത്തുന്നത് ഗുണകരമാകുമെന്ന അഭിപ്രായം ഗ്രൂപ്പ് ഭേദമന്യേയുണ്ട്. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഘടകകക്ഷികൾ അഭിപ്രായം പറയുന്നതിൽ മുല്ലപ്പള്ളിക്ക് അതൃപ്തിയുണ്ട്. ഓരോ നിയമസഭാ മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയാക്കാവുന്ന 2 പേരുകൾ വീതം നിർദ്ദേശിക്കാൻ MP-മാർക്കും അവസരം നൽകിയേക്കും. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാനുള്ള അവസരം നിഷേധിക്കപ്പെടുമ്പോൾ ചില MP-മാരെങ്കിലും ഈ നിർദ്ദേശം സ്വീകരിക്കുമോ എന്ന് കണ്ടറിയണം. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് തേങ്കുറിശ്ശിയിലെ ദുരഭിമാനക്കൊലയിൽ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് SP അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയത്. കേസ് നടത്തിപ്പിനായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ സേവനം ലഭ്യമാക്കണമെന്നും അന്വേഷണ സംഘം ആവശ്യപ്പെടും. തേങ്കുറിശ്ശിയിൽ പ്രണയിച്ച് വിവാഹം കഴിച്ച അനീഷിനെ ഭാര്യാപിതാവും അമ്മാവനും ചേർന്ന് കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന് SP നൽകിയ നിർദ്ദേശം. കേസിൽ മുഖ്യപ്രതികളായ അനീഷിന്റെ ഭാര്യാപിതാവ് പ്രഭുകുമാർ, അമ്മാവൻ സുരേഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തെങ്കിലും ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം വേണമെന്നും നിർദ്ദേശമുണ്ട്. കേസിന്റെ വിചാരണയ്ക്കായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ സേവനം ലഭ്യമാക്കാനും നടപടി സ്വീകരിക്കും. അന്വേഷണം ഏറ്റെടുത്ത ജില്ലാ ക്രൈംബ്രാഞ്ച് ഇന്ന് കേസ് ഡയറി പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും. പാലക്കാട് SP സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ ഇതുവരെയുള്ള നടപടികൾ വിലയിരുത്തും. 2 ആഴ്ചയ്ക്കകം കേസിലെ മുഴുവൻ സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ പ്രതികളെ വിശദമായ ചോദ്യം ചെയ്യലിന് കസ്റ്റഡി ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഇതുവരെയുള്ള നടപടികളിൽ തൃപ്തരാണെന്ന് അനീഷിന്റെ കുടുംബവും പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് മങ്കരയിൽ മിശ്രവിവാഹിതനായ യുവാവിന് നേരെയുണ്ടായ അക്രമത്തിൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തില്ല എന്ന ആരോപണം. മങ്കര സ്വദേശി അക്ഷയാണ് ഭാര്യ വീട്ടുകാരുടെ ആക്രമണമുണ്ടായത്. എന്നാൽ സംഭവം വെറും അടിപിടി കേസാക്കി ഒതുക്കി തീർക്കാനാണ് പോലീസിന്റെ ശ്രമം. തേങ്കുറിശ്ശി ദുരഭിമാനക്കൊലയ്ക്ക് പിന്നാലെ നടന്ന സംഭവമായിട്ടും കടുത്ത അനാസ്ഥയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഒക്ടോബർ 2-ന് മിശ്രവിവാഹിതനായ മങ്കര സ്വദേശി അക്ഷയ്ക്കു നേരെ കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് അക്രമമുണ്ടായത്. ബൈക്കിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന അക്ഷയിനെ ഭാര്യ സുറുമിയുടെ അമ്മാവന്മാരായ അബൂ താഹിർ, ഹക്കീം എന്നിവരാണ് ആക്രമിച്ചത്. മുഖത്തും കാലിനും പരിക്കേറ്റ അക്ഷയ് പെട്ടെന്ന് ഒഴിഞ്ഞുമാറിയതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായാണ് അക്രമമുണ്ടായതെന്ന് അക്ഷയ് പറഞ്ഞു. ഒരു 6ഓളം പേരുണ്ടായിരുന്നു. 2 സ്ഥലത്തു നിന്നായിട്ട് വന്നു. ഒരു മറവിൽ നിന്നിട്ടാണ് പെട്ടെന്ന് വന്നത്. മുഖത്തോട്ട് എന്തോ കൊണ്ട് അടിച്ചത് ഞാൻ ബൈക്കിൽ നിന്ന് വീണു. ഇവനുണ്ടായിരുന്നു. ബാക്കിൽ നിന്ന് ഇവനെ പിടിച്ച് ആരോ മാറ്റിയതും എന്നെ കുത്തിയത് ഞാൻ ആ സാധനം എന്താ കയ്യിൽ കണ്ടതും ബൈക്കിൽ നിന്ന് ചാടിയതും കാലിൽ കുത്തിയേറ്റു. വിവാഹത്തിന് ശേഷം ഇവർക്ക് നേരെ നിരന്തരം ഭീഷണികൾ ഉണ്ടായിരുന്നു. 3ാമത്തെ അക്രമ സംഭവമാണിതെന്ന് അക്ഷയ് പറഞ്ഞു. അക്ഷയുമായുള്ള വിവാഹത്തിന് വീട്ടുകാർക്ക് കടുത്ത എതിർപ്പായിരുന്നുവെന്ന് സുറുമി വ്യക്തമാക്കി. അമ്മാവന്മാർ ഭീഷണിപ്പെടുത്തിയിരുന്നെന്നും സുറുമി ആരോപിച്ചു. ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുന്നതിന് മുന്നും ഇവരിങ്ങനെ കൊല്ലാൻ തന്നെയായിരുന്നു പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. എന്നെ വിദേശത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് ഇങ്ങനെ കൊല്ലണം, ഇവൻ എന്തെങ്കിലും ചെയ്യണം, അത് തന്നെയായിരുന്നു പ്ലാന്. സംഭവത്തിൽ സുറുമിയുടെ അമ്മാവന്മാരായ അബൂ താഹിർ, ഹക്കീം എന്നിവരെ അറസ്റ്റ് ചെയ്തെങ്കിലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഇവർക്കെതിരെ അടിപിടി കേസിനുള്ള വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണം എന്നാണ് പരാതിക്കാരുടെ ആവശ്യം. എന്നാൽ തേങ്കുറിശ്ശിയിലെ ദുരഭിമാനക്കൊലയ്ക്ക് പിന്നാലെ ജില്ലയിൽ നടന്ന സംഭവമായിട്ടും പോലീസ് ജാഗ്രത പാലിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് 18 പാലക്കാട്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു പുതുവ 16 channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network.
പാസാക്കും. 1 മണിക്കൂർ മാത്രം ചേരുന്ന പ്രത്യേക സഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിച്ചതിന് പിന്നാലെ കക്ഷി നേതാക്കൾ മാത്രമായിരിക്കും സംസാരിക്കുക. കർഷക സമരം ചർച്ച ചെയ്യാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം ആവശ്യമില്ലെന്ന നിലപാടെടുത്ത ഗവർണറെ ഒടുവിൽ സർക്കാർ അനുനയിപ്പിച്ചു. നാടകീയത നിറഞ്ഞ നിരവധി നീക്കങ്ങൾക്കൊടുവിലാണ് നാളെ പ്രത്യേക സഭാ സമ്മേളനം ചേരാൻ സാഹചര്യമൊരുങ്ങിയത്. രാവിലെ 10 സമ്മേളിക്കുന്ന സഭയിൽ മുഖ്യമന്ത്രി കർഷക നിയമങ്ങൾക്കെതിരെയുള്ള പ്രമേയം അവതരിപ്പിക്കും. തുടർന്ന് കക്ഷി നേതാക്കൾക്ക് മാത്രമായിരിക്കും സംസാരിക്കാൻ അനുമതി. ഭരണ പ്രതിപക്ഷങ്ങൾ ഒന്നിച്ച് പ്രമേയത്തെ അനുകൂലിക്കും. BJP അംഗം എതിർക്കും. കേന്ദ്ര നിയമങ്ങൾ കർഷക വിരുദ്ധമാണെന്നാണ് സർക്കാർ നിലപാട്. ഇത് പ്രതിഫലിക്കുന്നതാവും മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന പ്രമേയം. നേരത്തെ പൌരത്വ നിയമ ഭേദഗതി വിഷയത്തിലും സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ യോജിച്ച പ്രമേയം പാസാക്കിയിരുന്നു. പ്രത്യേക സഭാ സമ്മേളനം ചേരാൻ അനുമതി നൽകാത്ത ഗവർണർക്കെതിരെ സർക്കാർ എന്തുകൊണ്ട് കടുത്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് പ്രത്യേക സഭാ സമ്മേളനം വിളിച്ചു തന്നെ സർക്കാർ മറുപടി നൽകിയാണ്. ഇതുവഴി കർഷക നിയമങ്ങൾക്കെതിരായ സംസ്ഥാനത്തെ സമരത്തിൽ വലിയ രാഷ്ട്രീയ മേൽക്കൈ നേടാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും TG സജിത്, ന്യൂസ് 8. ജ്വലിപ്പിക്കുന്ന സമര മുന്നേറ്റം കൊണ്ട് വിദ്യാർത്ഥി ചരിത്രത്തിൽ വിപ്ലവം എഴുതിയ SFIക്ക് ഇന്ന് സുവർണ ജൂബിലി. 1970 ഡിസംബർ 30-നാണ് SFIയുടെ പിറവി. ശുഭ്രപതാക്ക് കീഴിൽ കനൽ വഴികൾ താണ്ടിയ സംഘടന ഇന്ന് രാജ്യത്തെ ക്യാമ്പസുകളിലെ നിർണായക ശക്തിയാണ്. 50-ാം വാർഷികാഘോഷ പരിപാടികൾ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 30 തിരുവനന്തപുരത്ത് ചേർന്ന ദേശീയ സമ്മേളനത്തിൽ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പിറവിയെടുത്തു. 5 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ SFI രേഖപ്പെടുത്തിയത് ഒട്ടനവധി വീറുറ്റ സമരങ്ങളുടെ ചരിത്രം. വലിയ വെല്ലുവിളിയായ അടിയന്തരാവസ്ഥക്കാലത്തെ പോലീസ് മർദ്ദനങ്ങളും വേട്ടയാടലുകളും പ്രസ്ഥാനത്തെ തളർത്തിയില്ല. ക്യാമ്പസുകളിൽ നിന്നും ക്യാമ്പസുകളിലേക്ക് സമരവീര്യം പടരുകയായിരുന്നു. പ്രീ ഡിഗ്രി വിരുദ്ധ സമരവും വിളനിലം സമരവും സ്വാശ്രയ കോളേജ് വിരുദ്ധ സമരവും അടക്കം എണ്ണിയാൽ തീരാത്ത പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിൽ SFIയുടെ വെള്ളപ്പതാക ഉയർന്നു പാറി. ദേവപാലനും ഭുവനേശ്വരനും സെയ്താലിയും അഷറഫും PK രാജനും KV സുധീഷും കൊച്ചനിയനും ശ്രീകുമാറും മുതൽ മഹാരാജാസിലെ അഭിമന്യു വരെയുള്ള 40-ലേറെ രക്തസാക്ഷികൾ. മുറിവേറ്റ് ജീവിച്ചു മരിച്ച സൈമൺ ബ്രിട്ടോയെ പോലുള്ളവർ. ബിമൻ ബോസും C ഭാസ്കരനുമായിരുന്നു SFIയുടെ ആദ്യ അഖിലേന്ത്യാ സെക്രട്ടറിയും പ്രസിഡന്റും. കോടിയേരി ബാലകൃഷ്ണൻ, MA ബേബി, പ്രകാശ് കാരാട്ട്, G സുധാകരൻ, AK ബാലൻ തുടങ്ങി ഇന്നത്തെ CPM നേതാക്കളുടെ നേതൃനിരയെ രൂപപ്പെടുത്തിയത് SFI ആണ്. 1997 മുതൽ SFIയുടെ അമരത്ത് എന്നും മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. KN ബാലഗോപാലും P കൃഷ്ണപ്രസാദും KK രാഗേഷും PK ബിജുവും V ശിവദാസനും ഇപ്പോൾ VP സാനുവും. രാജ്യത്ത് CPMന് ഒട്ടും സ്വാധീനമില്ലാത്ത ഇടങ്ങളിൽ പോലും ഇന്ന് SFIയുടെ സാന്നിധ്യമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സൈക്കിളിൽ പാലക്കാട് നിന്ന് 18 മണിക്കൂറിൽ തിരുവനന്തപുരത്ത് എത്തിയ 14-കാരന് ലോക റെക്കോർഡ്. പാലക്കാട് ചിറ്റൂർ സ്വദേശിയായ അജിത് കൃഷ്ണനാണ് റെക്കോർഡ് സ്വന്തമാക്കിയത്. മണിക്കൂറിനുള്ളിൽ 300 കിലോമീറ്റർ താണ്ടുകയായിരുന്നു അജിത് കൃഷ്ണയുടെ ലക്ഷ്യം. എന്നാൽ പാലക്കാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് 28-ന് രാവിലെ 8-ന് തുടങ്ങിയ യാത്ര 18 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തെത്തി. കോയമ്പത്തൂരിലെ ശ്രീരാമകൃഷ്ണ മെട്രിക് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ 14-കാരൻ. പ്രണേഷ് രാജേന്ദ്രന്റെയും അർച്ചന ഗീതയുടെയും ഇളയ മകൻ. ഇതിലെന്റെ മെയിൻ മോട്ടീവ് എന്ത് വെച്ചാൽ ഇപ്പോഴത്തെ ഹെൽത്ത് കോൺഷ്യസ്. 3.2 കിലോമീറ്ററാണ് അജിത് കൃഷ്ണ താണ്ടിയത്. അവൻ എന്നോട് എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. അവന് നല്ല രീതിയിൽ ഒരു സൈക്കിൾ എക്സ്പെഡിഷൻ കാഴ്ചവെക്കണമെന്നും അത് നാടിനൊരു അഭിമാനമായി മാറണമെന്നും, പക്ഷെ അതിനേക്കാളും ഉപരി അതിലൂടെ നല്ലൊരു മെസ്സേജ്, നല്ലൊരു സന്ദേശം കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു അവൻ്റെ. അപ്പോൾ എന്നോട് എപ്പോഴും
ഇതെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഡിസ്കറേജ് ചെയ്യാറില്ല. ഞാൻ അവന് വേണ്ട ആവശ്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അതിനെ എൻകറേജ് ചെയ്തിട്ട് ശരി നീ അത് റീച്ച് ചെയ്യാനായിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്തോ. ആസ് എ പാരൻറ്റ് ഞാൻ എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അവൻ ചെറുപ്പത്തിലിരുന്നേ പറഞ്ഞുകൊണ്ടിരിക്കും എന്തെങ്കിലും ചെയ്യാൻ. പെട്ടെന്ന് ഒരു ദിവസം വന്നു ഇങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ സൈക്കിളിൽ വരെ പോകണം. അത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ലടാ. കാശ്മീർ വരെയൊക്കെ പറയണത് എന്നുള്ളത് അറിയില്ല. എന്നാൽ ചെറിയ പ്രായം തൊട്ടൊന്നും സൈക്കിൾ ഓട്ടിക്കുന്നില്ല. അവൻ തിങ്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു 6th ഒക്കെ ആയിരുന്നു. തിരുവനന്തപുരത്ത് കേസരി സ്മാരക ട്രസ്റ്റിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അജിത്തിനെ അഭിനന്ദിച്ചു. എന്നേക്കാൾ വലിയൊരു അഭിമാനം എനിക്ക് അജിത് കൃഷ്ണനെ പറ്റി ആലോചിക്കുമ്പോൾ തോന്നുകയാണ്. ലോകരാജ്യം ഇന്ന് ആര്യ രാജേന്ദ്രനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ട്. 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. തീർച്ചയായും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഇവരുടെ ജീവിതാനുഭവങ്ങൾ 24 മണിക്കൂർ കൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷെ 18 മണിക്കൂറിലെത്തി. അപ്പോൾ ആ ചെറിയ മനസ്സിലുള്ള ഒരു ലക്ഷ്യബോധം, ആ ലക്ഷ്യബോധത്തിനെയാണ് ഒരുപക്ഷെ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത സമയത്തൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ള യുവജനങ്ങൾ, ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് നാടിന് കരുത്താവാൻ പോകുന്നത് എന്നുള്ള വലിയൊരു സന്ദേശം കൂടി കുഞ്ഞ് ഒരുപക്ഷെ അനുജൻ പറയുകയാണ്. വലിയ സന്തോഷം. വൈകാതെ സൈക്കിളിൽ ലോകം ചുറ്റണമെന്നാണ് അജിത്തിന്റെ ആഗ്രഹം. ന്യൂസ് 18 തിരുവനന്തപുരം. വിഴിഞ്ഞം ആഴിമല ശിവക്ഷേത്രത്തിലെ 58 അടി ഉയരമുള്ള ശിവപ്രതിമയുടെ നിർമ്മാണം പൂർത്തിയായി. കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമ നാളെ ഭക്തർക്കായി സമർപ്പിക്കും. ആഴിയും ആകാശവും തൊടുന്ന ആഴിമലയും ഇനി മുതൽ 58 അടിയുള്ള ഗംഗാധരേശനെയും വണങ്ങാം. പൂർണ്ണമായും കോൺക്രീറ്റിൽ നിർമ്മിച്ച പ്രതിമ കടൽക്കാറ്റിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശില്പകലയിൽ ബിരുദധാരിയും തദ്ദേശവാസിയുമായ ദേവദത്തൻ എന്ന യുവശില്പിയുടെ 6 വർഷത്തോളമുള്ള പരിശ്രമമാണ് പ്രൗഢഗംഭീരമായ ഈ പ്രതിമ. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 6 വർഷത്തോളമായി. ഇതിൻ്റെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രതിമയുടെ വർക്ക് ഇപ്പോൾ ഫിനിഷായി. ഇനി നമുക്കുള്ളത് ഇതിൻ്റെ മെഡിറ്റേഷൻ ഹാളുണ്ട്. പിന്നെ ഇവിടെ ഒരു നന്ദീശ്വരൻ്റെ പ്രതിമയുണ്ട്. പിന്നെ അതുമായിട്ട് കവാടം ചെയ്യാനുണ്ട്. അങ്ങനെ ഇത് മൊത്തത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു പ്രോജക്റ്റാണിത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഘട്ടം എന്നുള്ള രീതിയിൽ ഈ പ്രതിമ കഴിഞ്ഞതാണിപ്പോൾ. അപ്പം ഇനി നമ്മൾ ഒരു പ്രതീക്ഷിക്കുന്ന ഒരു 6-8 മാസത്തിനകം മൊത്തം കഴിഞ്ഞ് ഒരു ഇനാഗ്രേഷനാണ് പ്രതീക്ഷിക്കുന്നത്. 3500 ചതുരശ്ര അടി വിസ്തൃതിയിൽ വാസ്തുശില്പ ഭംഗി നിറഞ്ഞ ഗുഹാന്തരീക്ഷമുള്ള ധ്യാനമണ്ഡപത്തിന്റെ പണി പുരോഗമിക്കുകയാണ്. 6 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. ഇവിടെ ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട്. അപ്പം അവർക്ക് സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനൊരു മെഡിറ്റേഷൻ, ഒരു ധ്യാന മണ്ഡപം വേണമെന്ന് വിചാരിച്ചു. ആ ധ്യാന മണ്ഡപത്തിൻ്റെ മുകളിൽ ഭഗവാന്റെ ഒരു രൂപം. അപ്പോൾ അത് ഈ പ്രകൃതിയായിട്ട് ഇണങ്ങുന്ന രീതിയിൽ ഗംഗാധരേശനെയാണ് ഭഗവാനായിട്ട് മനസ്സിൽ കാണിച്ചൊരു രൂപമാണ്. അങ്ങനെയാണ്. കാരണം സമൃദ്ധിയുടെ ഒരു ഭാഗം, ജലമൊഴുകുന്ന ശിവൻ്റെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലെ സർവ്വതിനും ജലം ആവശ്യമാണ്. പിന്നെ ഈ പ്രദേശം സമുദ്രത്തിൻ്റെ അടുത്താണ്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ടാകുന്ന ഒരു ഭാവമാണ് അതങ്ങനെ ഗംഗാധരേശനെ തന്നെ തിരഞ്ഞെടുക്കാനായിട്ടുണ്ടാകുന്നത്. തിരുവനന്തപുരത്തിനും പൂവാറിനും ഇടയിലാണ് ആഴിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശില്പം പൂർത്തിയായെന്നറിഞ്ഞതോടെ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ആറ്റിങ്ങിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ കണ്ടപ്പം നല്ലതായിട്ട് തോന്നി. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. അത് കണ്ടപ്പോഴും പ്രത്യേക ഒരു ഭഗവാന്റെ ഒരു സാന്നിധ്യം പോലെ. ന്യൂസ് 18 തിരുവനന്തപുരം.
ശാരീരിക ന്യൂനതകളെ എടുത്തുകാട്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ഹൃദയം കൊണ്ട് നേരിട്ട ആളാണ് പാലക്കാട് തച്ചനാട്ടുകരക്കാരൻ KPM സലീം. അധ്യാപകൻ കൂടിയായ സലീം മാഷ് പറയുന്നു, കടന്നുപോയ ദിവസങ്ങളെപ്പറ്റി, സംഭവങ്ങളെപ്പറ്റി എല്ലാം ക്ഷമിച്ചുകൊണ്ട്. ഒരു കല്യാണത്തിന് പന്തൽ വലിച്ചു കെട്ടാൻ വേണ്ടി പറ്റുമോ? അവിടെ അറുക്കുമ്പോ അതിന്റെ കൂടെ നിന്ന് ചെയ്യണം മക്കളെ എന്ന് പറഞ്ഞിട്ട് കൂടെ നിൽക്കാൻ വേണ്ടി പറ്റുമോ? കളിക്കളത്തിൽ കൂട്ടുകാരോടൊപ്പം നിന്ന് കളിക്കാൻ പറ്റുമോ? ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിരുന്നു. എന്തായാലും എൻ്റെ മനസ്സിൽ അതൊന്നും ഇല്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉമ്മ എനിക്ക് ചായയും പലഹാരങ്ങളൊക്കെ തന്ന് അങ്ങനെ ഒരു ചിത്രമേ ഇല്ല എന്ന രീതിയിൽ അദ്ദേഹം എന്നോട് എൻ്റെ അടുത്ത് അങ്ങനെ സംഭവിച്ചു പോയതാണ്, ഞാൻ ഉദ്ദേശിച്ചില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും തെരഞ്ഞെടുപ്പും രാഷ്ട്രീയമൊക്കെ ആയതുകൊണ്ട് അതിന് മറ്റെല്ലെങ്കിലേക്കൊന്നും കടങ്ങുന്നില്ല. KPM സലീം എന്ന സലീം മാഷിന് തച്ചനാട്ടുകര പഞ്ചായത്തിലെ 11ാം വാർഡിലെ ജനങ്ങൾ റെക്കോർഡ് ഭൂരിപക്ഷം നൽകിയാണ് ജയിപ്പിച്ചത്. പോയ തവണ ഒരു വോട്ടിന് LDF ജയിച്ച വാർഡ് സലീം മാഷിലൂടെ മുസ്ലിം ലീഗ് തിരിച്ചുപിടിക്കുമ്പോൾ ഭൂരിപക്ഷം 315 വോട്ട്. പോളിയോ ബാധിച്ച് ഒരു കാൽ തളർന്നുപോയെങ്കിലും തളരാത്ത മനസ്സുമായി സലീം മാഷ് നടന്നു തുടങ്ങിയിട്ട് കാലമേറെയായി. മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകനും യൂത്ത് ലീഗ് ഭാരവാഹിയുമായ ഇദ്ദേഹത്തിന് പാർട്ടി സീറ്റ് നൽകി. മത്സരിച്ച് ജയിച്ചു വന്നപ്പോൾ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനവും നൽകി. തെരഞ്ഞെടുപ്പിൽ എൻ്റെ അവസാന സമയത്താണ് തികച്ചും അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് അദ്ദേഹം CPMന്റെ സ്ഥാനാർത്ഥിയിൽ നിന്ന് ഉണ്ടായത്. ആ സമയത്തൊരു ഷോക്ക് മാത്രമാണ് ഉണ്ടായത്. ആ സമയത്ത് തന്നെ അത് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അത് എന്തായാലും പാർട്ടിക്കകത്തും പുറത്തുള്ള ആളുകളുടെ എല്ലാവരുടെയും ജനങ്ങളുടെ പിന്തുണ കാര്യത്തിൽ ഉണ്ടായി. പ്രചരണത്തിൻ്റെ ഘട്ടത്തിൽ മറ്റുള്ളവർ, എൻ്റെ പാർട്ടി പ്രവർത്തകരും വാർഡിലെ ആളുകളുമൊക്കെ നിങ്ങൾ പലപ്പോഴും അങ്ങനെ വീട്ടിലേക്ക് വേണ്ട, ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞൊരു സന്ദർഭമുണ്ട്. പക്ഷേ എനിക്കൊരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു, ഏറ്റവും ചുരുങ്ങിയതിന് 3 തവണ, ഏറ്റവും കുറഞ്ഞത് 3 തവണയെങ്കിലും ആ വാർഡിലെ മുഴുവൻ വീടുകളും കയറി ഇറങ്ങണം എന്നുള്ളത്. ദൈവാനുഗ്രഹത്താൽ 4-ലധികം തവണ ആ വീടുകൾ കയറി ഇറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 5-6 തവണയൊക്കെ പോയ വീടുകളുണ്ട്. ഇത്തരത്തിൽ നടത്തിയ പ്രചാരണം പക്ഷേ ഉർവശി ശാപം ഉപകാരം എന്ന പോലെയായി. നാടൊന്നാകെ രാഷ്ട്രീയത്തിനതീതമായി സലീം മാഷിനൊപ്പം നിന്നു. പാർട്ടിയും മാഷിനെ ചേർത്ത് നിർത്തി. അദ്ദേഹത്തിന്റെ ആ ഒരു അംഗവൈകല്യത്തെ മോശമായി ചിത്രീകരിക്കുന്ന സാഹചര്യം അടക്കം ഞങ്ങളുടെ പഞ്ചായത്തിലുണ്ടായി. ഞങ്ങളൊക്കെ വല്ലാതെ വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നു അത്. അവർക്കൊക്കെ ഉള്ള ഒരു മറുപടിയാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിലൂടെ ഞങ്ങൾ സലീമിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചത്. അവർക്കൊക്കെ ഉള്ള ഒരു മറുപടിയാണ്. കാരണം നാളെ ഒരാളും ഒരു ചെറുപ്പക്കാരനും ദൈവം കൊടുത്ത ഒരു അംഗവൈകല്യത്തിൻ്റെ പേരിൽ ഇങ്ങനെ ക്രൂശിക്കപ്പെടാൻ പാടില്ല. അവർ സമൂഹത്തിൽ ഉയർന്നു വരേണ്ടവരാണെന്നുള്ള ഒരു ചിന്താഗതി ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അത്തരം ഒരു തീരുമാനമെടുത്തത്. മണ്ണാർക്കാട് നെല്ലിപ്പുഴ DHS സ്കൂളിലെ മലയാളം അധ്യാപകനാണ് ഇദ്ദേഹം. മുൻപ് തന്നെ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന സലീം മാഷ് ഇപ്പോൾ കാർ ഡ്രൈവിംഗിലും വിദഗ്ധനാണ്. പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയ കാർ സ്വന്തമായി ഓടിച്ചാണ് ഇപ്പോൾ എല്ലായിടത്തും എത്തുന്നത്. ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇതിൽ ആക്സിലേറ്റർ അതുപോലെ ബ്രേക്ക് അത് രണ്ടും ഈ സംവിധാനത്തിലുള്ളത്. ഇങ്ങനെ താഴേക്ക് അമർത്തി കഴിഞ്ഞാൽ ബ്രേക്കായി, ഇടതുവശത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആക്സിലേറ്റർ. വളരെ സിമ്പിളായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാല് ഉപയോഗിക്കാൻ പ്രയാസമായതുകൊണ്ട് മുഴുവൻ അത് കയ്യിലേക്ക് കൊണ്ടുവന്നു. 2 സൈഡിലും ആക്സിലേറ്റർ ഉണ്ട്, ബ്രേക്കും ഉണ്ട്. വലത്തെ കൈ ഉപയോഗിക്കേണ്ട സമയത്ത് വലത്തെ കൈ ഉപയോഗിക്കാം, ഇടത് കൈ കൊണ്ട് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കാം. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അത് സിമ്പിളാണ്. ഇനിയിപ്പോൾ എനിക്കല്ല മറ്റുള്ള ഒരാൾക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഉപയോഗിച്ചും വണ്ടി ഓട്ടാം. അതല്ല സാധാ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കുകയും ചെയ്യാം. പ്രതിസന്ധികളിൽ തകർന്നു പോകാതെ അത് അവസരമാക്കി മുന്നേറുകയാണ് സലീം മാഷ്. പുതിയ ദൗത്യത്തെപ്പറ്റിയും അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ട്, പദ്ധതികളുണ്ട്. അംഗപരിമിതിക്കാരുടെ സൗഹൃദ പഞ്ചായത്തായിട്ട്, ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്തായിട്ട് തച്ചനാട്ടുകര മാറ്റുക എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടകളിൽ ഒന്ന് എന്ന് അറിയിക്കുന്നൊരു സന്തോഷമുണ്ട്. കാരണം ആ പരിമിതികളെയും അത്തരം പ്രയാസങ്ങളെയും ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എൻ്റെ സഹജീവികൾക്ക് ആശ്വാസമേകുന്ന പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സലീം മാഷ് ഇങ്ങനെ ചൊല്ലിപ്പറഞ്ഞാണ് സംഭാഷണം അവസാനിപ്പിച്ചത്.
തന്നാൽ കരയേറേണ്ടവരെത്ര പേരോ താഴത്തെ പാഴ്ചേറിൽ അമർന്നിരിക്കെ താൻ ഒറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കുന്നത് ചാരിതാർത്ഥ്യം എന്ന കവിവചനം എൻ്റെ മനസ്സിൽ എപ്പോഴുണ്ട്. അങ്ങനെ ആ ഒരു വചനങ്ങളാണ്, വാക്കുകളാണ് കാവ്യശകല മനസ്സത്തിൽ എന്നെ പൊതുപ്രവർത്തനത്തിലേക്ക് എത്തിച്ചത്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com സന്ദർശിക്കാം.